ഇനി ഗാസയിലേക്ക് ഹമാസ് ഇന്ന് 3 ബന്ദികളെ മോചിപ്പിക്കും. ഇവരുടെ പേരുകൾ ഹമാസ് പുറത്തുവിട്ടു. വിവരങ്ങൾ ലഭിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ബന്ദികളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതായി ഓഫീസ് ആണ് സ്ഥിരീകരിച്ചത്. പട്ടിക തങ്ങൾക്ക് സ്വീകാര്യമാണെന്നും ഈ കുടുംബങ്ങളുടെ പേരുകൾ പുറത്തുവിടുന്നതിനുള്ള ബന്ദികളുടെ കുടുംബം അനുമതി നൽകിയിട്ടുണ്ടെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. രഞ്ജിത്ത് രാമേന്ദ്രൻ വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഒരു മഞ്ഞുരുകലിന്റെ സൂചന വീണ്ടും ആദ്യഘട്ടത്തിലെ തീരുമാനങ്ങൾക്ക് ശേഷം വീണ്ടും അതിലൊരു പിടുത്തം വന്നിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ 3 ബന്ദികളുടെ കാര്യത്തിൽ ഒരു അവസാന തീരുമാനമായോ? തീർച്ചയായും. നേരത്തെ നമുക്കറിയാം ഹമാസ് ഈ ഗാസ മുനമ്പിലെ വെടിനിർത്തൽ അവസാനിക്കുമോ എന്ന ഭീതിയൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. കാരണം ഹമാസ് അവരുടെ നിലപാടുകളിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തിയ പശ്ചാത്തലം ബന്ദികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് ചില ആശങ്കകളുണ്ട്, അല്ലെങ്കിൽ ചില ആശയക്കുഴപ്പങ്ങളുണ്ട് എന്ന കാര്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേലും നിലപാട് കർശനമാക്കിയത്. ഈ ശനിയാഴ്ചയ്ക്കകം ബന്ദികളെ, അതായത് ഇന്നത്തെ ദിവസത്തിനകം ബന്ദികളെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടായില്ല, അതിൽ കൃത്യമായ നിലപാടെടുത്തില്ല ഹമാസ് എങ്കിൽ ആക്രമണം മാത്രമാണ് തങ്ങളുടെ മുന്നിലുള്ള പോംവഴി എന്ന് അമേരിക്ക അടക്കം പ്രഖ്യാപിച്ചിരുന്നു. ശക്തമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടുമെന്ന നിലപാടിലാണ് അമേരിക്ക ഉണ്ടായിരുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ 3 ബന്ദികളെ മോചിപ്പിക്കും എന്ന കാര്യത്തിൽ ഏതാണ്ട് തീരുമാനം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ അവരുടെ പേരുകളടക്കം പുറത്തുവിട്ട പശ്ചാത്തലമുണ്ട്. അതിൽ ഇസ്രായേലി പൗരൻ അലക്സാണ്ടർ ട്രൗഫാനേവ്, ഇസ്രായേലി ഇസ്രായേൽ സാഗുവിലെ ഡെക്കൻ ചെൽ, ഒപ്പം എയർ ഹോൺ എന്നീ 3 പേരെയാണ് മോചിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും പുറത്തുവിട്ടിരിക്കുന്നത്. 3 പേരെയും കൃത്യസമയത്ത് വിട്ടയച്ചില്ലെങ്കിൽ ബോംബാക്രമണം നടത്തുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരുന്നത്. പകരമായി ഇസ്രായേൽ ജയിലിൽ നിന്ന് 369 പാലസ്തീനി തടവുകാരെ വിട്ടയക്കും എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചനകൾ പുറത്തു വരുന്നത്. വെടിനിർത്തൽ കരാറിനെ പ്രതികൂലമായി ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനായി ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത് ഈജിപ്തും ഖത്തറുമാണ് എന്നുള്ളതാണ്. ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകളാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു മാറ്റത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ്. ഈ ഹമാസിന്റെ പിടിയിൽ അവശേഷിക്കുന്ന ബന്ദികളാണ്, നിരവധി ബന്ദികൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ 3 പേരെയാണ് ഇപ്പോൾ വിടുന്നത് എന്നാണ്. ടെന്റുകളും അഭയകേന്ദ്രങ്ങളും അനുവദിക്കുന്ന ഉൾപ്പെടെയുള്ള വെടിനിർത്തൽ കരാർ ലംഘനം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹമാസ് നേരത്തെ ഈ ബന്ദികളെ മോചിപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറിയത് എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ഒരു ചർച്ച നടത്തി നേരത്തെ പറഞ്ഞു ഇസ്രായേലിന്റെ മധ്യസ്ഥ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഈജിപ്തും മറ്റും മുന്നോട്ട് വരുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇന്ന് മുതൽ വീണ്ടും ഗാസയിൽ ആക്രമണം നടത്താനുള്ള പദ്ധതികൾ ഇസ്രായേലും അമേരിക്കയും മറ്റും ആസൂത്രണം ചെയ്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇപ്പോൾ തൽക്കാലം അതിനൊരു അയവ് വരികയാണ് എന്നുള്ളതാണ്. ഈ കെയ്റോയിൽ വെച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈജിപ്ഷ്യൻ പ്രതിനിധികൾ നടത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് വിജയിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ 333 പേർ, 36 പേർ ഈ 369 പാലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നതിൽ 36 പേർ ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ടവരും 333 പേർ ഗാസയിൽ നിന്ന് ഉള്ളവരുമാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം ജനുവരി 19 വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം 566 തടവുകാർക്ക് പകരമായി 16 ഇസ്രായേലികളെയും 5 തായ് ബന്ദികളെയും ഹമാസ് വിട്ടയച്ച പശ്ചാത്തലമുണ്ടായിരുന്നു. കൂടുതൽ ആളുകളെ വരും ദിവസങ്ങളിൽ വിട്ടയക്കണം എന്ന ആവശ്യം ഇസ്രായേൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇനിയും എന്താണ് സംഭവിക്കുക എന്ന കാര്യം കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന കർക്കശമായ ചില നിലപാടുകളുണ്ട്. അതനുസരിച്ചാകും ഇസ്രായേലിന്റെയും നീക്കം എന്നാണ് മനസ്സിലാകുന്നത്. ശ്രീജ. രഞ്ജിത്ത് രാമേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്.